അപ്പോൾ അങ്ങനെ ആ ഒരു സർക്കിളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കോൺടാക്ട് ചെയ്യും. അപ്പോൾ പുതിയൊരു വയലിൻ വരുമ്പോഴത്തേക്കും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങുമായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ എല്ലാ ടൈപ്പും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു സ്ഥലമാണ്, ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു അങ്ങനെ പലപ്പോഴും ഇപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വഴി നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് മ്യൂസീഷ്യൻസ് ഇപ്പം നമ്മൾ ആരാധിച്ചിരുന്ന പല ആൾക്കാരുടെ കൂടെ പെർഫോം ചെയ്യാൻ ഉള്ളൊരു അവസരമൊക്കെ നമുക്ക് ഞാൻ ഈ വയലിൻ കൂടി പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മാൻഡലിൻ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ, മാൻഡലിൻ UP രാജു സാർ, അതുപോലെ ശിവമണി, പിന്നെ രാജേഷ് വൈദ്യ, മട്ടൻ രാശാൻ, അങ്ങനെ തുടങ്ങി കുറേ ഞാൻ വയലിൻ പഠിച്ചുകൊണ്ടുള്ള എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഈ ഫ്യൂഷൻസിലൊക്കെ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊക്കെ പലപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഈവൻ ബാലമുരളി സാറ് പാടുന്ന ഒരു സ്ഥലത്ത് എനിക്ക് സാറിൻ്റെ കൂടെ അന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതുപോലൊരു കച്ചേരി ചെയ്യുമ്പം ദക്ഷിണമൂർത്തി സ്വാമി, അന്ന് സ്വാമിയുടെ പേരുള്ളൊരു കച്ചേരിയായിരുന്നു, പാടിക്കഴിഞ്ഞ് സ്വാമി അടുത്ത് വന്ന് ഭയങ്കര അഭിപ്രായം ആഗ്രഹം. അപ്പോൾ അത് സ്റ്റേജിലേക്ക് വന്ന് പറയും. അതൊക്കെ നമുക്കൊരു അങ്ങനെ ബ്ലസ്ഡ് മൊമെന്റ്സ് ഇഷ്ടംപോലെ ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള പല അവസരങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആരാധിച്ചിരുന്നിട്ടുള്ള ദാസേട്ടൻ, ചിത്ര ചേച്ചി, സുയാ ചേച്ചി, ഇവരൊക്കെ കൂടെ പെർഫോം ചെയ്യാനുള്ള സ്റ്റേജിൽ പാടാനും ഒക്കെ ഉള്ളൊരു, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം.